ഹായ് കൂട്ടുകാരെ, ഇപ്പം നമ്മളിന്ന് വീണ്ടും എറണാകുളത്തേക്കാണ് പോകണം. എറണാകുളം പോകണം എന്തിനാന്ന് വെച്ചാൽ പറയാം. നിങ്ങൾ എറണാകുളം പോകുക രാവിലെ ചതയത്തിൻ്റെ അന്നായിരുന്നു കേട്ടോ. കോട്ടയം എത്തി. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ഭയങ്കര തിരക്കായിരുന്നു ട്രെയിനിൻ്റെ അകത്ത്. എൻ്റെ പൊന്നെ, എല്ലാവരും എന്തോ ഈ വെക്കേഷനൊക്കെ കഴിഞ്ഞ് പോകുമല്ലായിരുന്നു. അങ്ങനെ തിരക്കെന്ന് വെച്ചാൽ എന്ത് തിരക്കായിരുന്നു ട്രെയിനിൽ. എൻ്റെ അമ്മ ഈ കോളേജ് പിള്ളേരും ആൾക്കാരും എല്ലായിട്ട് നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ എറണാകുളം എത്തി. അവിടുന്ന് നേരെ നമ്മൾ മെട്രോയിലോട്ട് പോകണ വഴിക്ക് രണ്ട് പേരെയും എനിക്ക് പൊക്കാനുണ്ടായിരുന്നു. ഫൈനലി എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാർ തന്നെ, നിത്യ ചേച്ചീനെ ഇന്ദുവിന്. അവരപ്പോൾ പറയുകയും ചെയ്തു, ഇവർക്ക് ഈ വ്ളോഗ് ഇടക്കണം, ഒരു ഹായ് വെക്കൂ എന്നൊക്കെ ഒരു ഹായ് ഒക്കെ വെച്ച് ഓണമൊക്കെ കഴിഞ്ഞുകൊണ്ട് ആ എൻ്റെ കൈയാട്ടോ. അതെല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ മെട്രോയിലോട്ട് പോയി. മെട്രോയിലാണ് നമുക്ക് നേരെ പോകാൻ പറ്റും. മെട്രോ കയറി മെട്രോയിൽ നമ്മൾ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മെട്രോയിലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. കാരണം ഓണം കഴിഞ്ഞ് എല്ലാവരും ജോലിക്കൊക്കെ ഇറങ്ങുന്ന ടൈമല്ലേ, അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാലേരിവട്ടം ഇറങ്ങിയത്. പാലാരിവട്ടത്തുനിന്ന് നേരെ നമ്മളെ ഹോട്ടൽ ഹൈവേ ഗാർഡനിലോട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നിനുമല്ല, നമ്മളെ ഫൺ ബേബി ഫൺ ഷോ ഇല്ലേ സൂര്യ ടി വിയിൽ, അതിൻ്റെ ഷൂട്ടിൻ്റെ കാര്യത്തിനാണ് പോയത്. അതായത് ഇത്ര ഓഡിഷനും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഈ എറണാകുളം കൂടെ പോണത്. അപ്പോൾ നമ്മൾ നേരെ ഓട്ടോ ഒക്കെ ബുക്ക് ചെയ്ത് ഓട്ടോയിൽ കയറി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് ഗ്രൂമിങ് സ്റ്റാർട്ട് ചെയ്തു. ഓരോരുത്തരുടെ പെർഫോമൻസ്, സ്റ്റാൻഡപ്പ് ഉണ്ടല്ലോ, അങ്ങനെ പെർഫോമൻസ് ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മളെ രമേശേട്ടൻ്റെ ബന്ധു, ആ സുന്ദരി കുട്ടിയെ കണ്ടു. ശ്രീലക്ഷ്മി എന്നാണ് പേര് കേട്ടോ. അവളുമായിട്ട് അവളെയൊക്കെ കണ്ടു. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ സമയത്ത് നല്ലോണം വിഷം. നമ്മൾ ഈ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് വന്നപ്പോൾ താമസിച്ചു. അങ്ങനെ അതുകൊണ്ട് നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല. നമ്മൾ ഉച്ചക്കത്തേക്കാണ് കഴിക്കാൻ പോയത്. നേരെ ഫുഡ് കഴിക്കാൻ ഓടി ഞാൻ. നല്ല വിശപ്പെടുന്നത്. ചോറും ചിക്കൻ കറി, അവിയൽ, തോരൻ, സാമ്പാർ എല്ലാം ഉണ്ടായിരുന്നു. പച്ചടി, കിച്ചടി, പിന്നെ പായസം ഉണ്ടായിരുന്നു കേട്ടോ. അടപ്രഥമൻ പായസമാണെന്ന് തോന്നുന്നു. അടപ്രഥമൻ തന്നെ ആയിരുന്നു, അടപ്രഥമൻ പായസം. പിന്നെ എല്ലാവരും ഇന്ദുവും നിത്യ ചേച്ചിയും പിന്നെ എല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിച്ച ആനക്സും എല്ലാവരും ഇട്ട് ആസ്വദിച്ച് നമ്മളെല്ലാവരും ഫുഡ് കഴിക്കായിരുന്നു. നല്ല ഫുഡായിരുന്നു. മറ്റേ കുട്ടി ഉണ്ടായിരുന്നു, അവളും ഉണ്ടായിരുന്നു. ആ ബമ്പർശ്ശേരിയിൽ ഒരു ലിയ ചേച്ചി, എല്ലാവരുമായിട്ട് നമ്മളിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ലിയ ചേച്ചിയുടെ മക്കൾ വന്നു. അവരെ രണ്ടുപേരും ചേച്ചി ഫുഡ് കഴിപ്പിക്കുമായിരുന്നു. അമ്മ രണ്ടുപേരെല്ലാം വികൃതി കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു. അതിരിക്കുന്ന ലിയ ചേച്ചിയുടെ ഹസ്ബൻഡായിരുന്നു. അപ്പോൾ അവരെല്ലാവരുമായിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് മറ്റേ ഫോണിലൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിഞ്ഞ് കുറച്ച് റിലാക്സ്. പിന്നെ ഫൈനലി സ്റ്റാൻഡപ്പിൻ്റെ രാജാക്കന്മാരായ ഗിനീഷ് ഏട്ടനും മുകേഷ് ഏട്ടനും ഉണ്ടായിരുന്നു. അവർ കുറേ എൻ്റെ ചാനലിനെ കുറിച്ച് ഇങ്ങനെ പൊക്കി പറയുമായിരുന്നു. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ചാനലിനെ കുറിച്ച്. പപ്പടം തീർന്നു, ഇപ്പം അവർക്ക് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ പപ്പടം അവിടുന്ന് അത് അവിടുത്തെ ഭയങ്കര ട്രീറ്റാണ് അവിടുത്തെ സ്റ്റാഫുകളൊക്കെ എല്ലാം. അങ്ങനെ സാറ് വന്ന്, നമ്മളെ ഗ്രൂമിങ് സാറാണ്, രതിസ് എന്നാണ് സാറിൻ്റെ ഫാമിലി അവരെല്ലാവരും വന്നു. സാറിൻ്റെ വൈഫും മക്കളൊക്കെ ആയിരുന്നു, പരിചയപ്പെടുത്തി. ഫൈനലി നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഷൂട്ട് ഡേറ്റ് അറിയിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും വീട്ടിലോട്ട് പോയി. ഓക്കെ, ബൈ. അപ്പോൾ അടുത്ത വീഡിയോ